Hi, my dear students. Welcome to Arch Talk English Learning class. Today, we discuss with the second chapter in the 10th Standard English textbook titled The Snake and the Mirror, written by Waikham Muhammad Bashir. This episode is truly for Malayalam medium students. Okay? ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ദ സ്നേക്ക് ആൻഡ് ദ മിറർ, വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന കഥയുടെ രസകരമായ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനതിൻ്റെ 7 പാരഗ്രാഫുകൾ നമ്മളതിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാനും മനസ്സിലാക്കാനും പോകുന്നത്. ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ, ഈ ആർച്ച് ടോക്ക് ചാനൽ ആദ്യമായി കാണുന്ന ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇംഗ്ലീഷ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടിപ്സുകളും സിറ്റുവേഷൻ ബേസ്ഡ് ടിപ്സുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ലെറ്റ്സ് ഗോ to the video of the second chapter, The Snake and the Mirror. Okay? Wait. So, The Snake and the Mirror. Okay. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ രസകരമായ ഒരു കഥയാണ് The Snake and the Mirror. വൈക്കം മുഹമ്മദ് ബഷീറിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കഥയെക്കുറിച്ചും അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകളെക്കുറിച്ചും പത്മശ്രീ അവാർഡുകളെക്കുറിച്ചും ഹി വാസ് എൻ ഫിലാന്ത്രോപ്പിസ്റ്റ് ഓർ ഹ്യൂമാനിസ്റ്റ്. അദ്ദേഹം ഒരു നല്ല മനുഷ്യസ്നേഹിയായിരുന്നു എന്നും ഹി വാസ് എ ഫ്രീഡം ഫൈറ്റർ, സ്വതന്ത്ര സമര സേനായിരുന്നു. എവറിഥിങ് അബൌട്ട് ഹിം വി അണ്ടർസ്റ്റുഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. ഓക്കെ, haven't we? Yes. So today, ഇന്ന് നമ്മൾ പോകുന്നത് അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്കാണ്. അതായത് 7th പാരഗ്രാഫിൽ we just stopped in the last class in the 7th paragraph. ഓക്കെ, അത് ഇതായിരുന്നു. അദ്ദേഹം എടുത്ത 2 തീരുമാനങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതായത് the heavy 2 decisions he had taken while he was walking through the vestibule or in the room. He took or thoughts flashed in his mind. തൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വന്നു. ഇതായിരുന്നു ആ ചിന്ത. തീർച്ചയായിട്ടും ഞാനൊരു മേൽമീശ അല്ലേ, മൗസ്റ്റാഷ്, തിൻ മീശ, വളരെ എന്താ പറയുക, വളരെ തിന്നായിട്ടുള്ള മീശ വെക്കും. എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഷേവിങ് നടത്തും. അതുപോലെ തന്നെ എപ്പോഴും പുഞ്ചിരിയുമായി, ചുണ്ടിൽ പുഞ്ചിരിയുമായി മാത്രമേ ഞാൻ എപ്പോഴും നടക്കും. ഇത്തരത്തിലുള്ള ഒരു തീരുമാനമാണ് അദ്ദേഹം എടുത്തത്. അതിന് ഈ പാഠപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന 2 വാക്കുകൾ, ദ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദ എർത്ത് ഷേക്കിംഗ്. എർത്ത് ഷേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭൂമി കുലുങ്ങുന്ന എന്നല്ല, ഉറച്ച തീരുമാനം. ഓക്കെ, അൺബീറ്റൻ, ഒരിക്കലും എടുത്തു മാറ്റാത്ത ഒരു തീരുമാനം. സോ ഇഫ് യു ടേക്ക് എ ഡിസിഷൻ to give up, okay, to give up a bad habits, smoking, you can say, നിങ്ങൾക്ക് പറയാം, I took a earth shaking decision. അത്തരത്തിലുള്ള തീരുമാനം എടുത്തു നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടത്. 8ാമത്തെ പാരഗ്രാഫിൽ നമ്മൾ കണ്ടതാണ്. I would always keep the attractive smile on my face to look more handsome. I was after all bachelor and a doctor, 2 on top of it. അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം ഇതാണ്. വളരെ സൗന്ദര്യ ആരാധകനായിരുന്നു ഈ ഹോമിയോപ്പത്ത് എന്ന് പറയുന്ന ഡോക്ടർ. കാരണം അദ്ദേഹം എപ്പോഴും പറഞ്ഞത്, ഐ എം എ ബാച്ചുലർ, ഐ എം വെരി ഹാൻസം, ഐ എം എ ഡോക്ടർ. ഞാൻ അവിവാഹിതനാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ സുന്ദരനാണ്. ഓക്കെ, സോ ഞാൻ എപ്പോഴും സുന്ദരനായി ഇരിക്കണം എന്ന് അദ്ദേഹം എടുത്തൊരു തീരുമാനമുണ്ട്. ഇവിടെയാണ് നമ്മൾ ദിസ് ഈസ് here we stopped in the last class. So I would like to start
ഫ്രം വേർ വി സ്റ്റോപ്പ്ഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. അവിടെ നിന്നാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. പെട്ടെന്ന് ഇതൊക്കെ ചിന്തിച്ച് അദ്ദേഹം മേശൻ്റെ അടുത്തേക്ക് വരുന്നപ്പോൾ again came that noise from above. മുകളിൽ നിന്ന് വീണ്ടും ആ ശബ്ദം വന്നു. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എലിയാണോ എന്താണെന്ന് നമുക്കറിയില്ല. നേരത്തെ നമ്മൾ എലിയെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? അദ്ദേഹത്തിൻ്റെ റൂംമേറ്റാണ് എലി. I got up, lit a beedi and paced up and down the room. Then another lovely thought struck me. I would get married to a woman doctor who had plenty of money and a good medical practice. She had not to be fat for a valid reason. If I made some silly mistakes and needed to run away, she should not be able to run after me and catch me. ഞാൻ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് മീനിങ് പറയുന്നില്ല, ഈ പാരഗ്രാഫിലെ മീനിങ് പറയാം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ റൂമിലൂടെ ഇങ്ങനെ ഉലാത്തുന്ന സമയത്താണ് മറ്റൊരു ചിന്ത കൂടി കെയിം ടു മൈ മൈൻഡ്, എൻ്റെ മനസ്സിലേക്ക് വന്നത്. അത് വിവാഹത്തെക്കുറിച്ചുള്ളതായിരുന്നു. അപ്പോൾ വിവാഹത്തെക്കുറിച്ചൊക്കെ നമുക്കൊക്കെ ഒരുപാട് സങ്കല്പമുണ്ട് അല്ലേ? പിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന, ഞാൻ വിവാഹിതനാകാൻ പോകുന്ന ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലേ, ആരായാലും കുഴപ്പമില്ല. അത് അവരെ ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി, അയാൾ ആരായിരിക്കണം? അയാൾ സൗന്ദര്യവതിയായിരിക്കണം, സൗന്ദര്യമുള്ളവളായിരിക്കണം, അല്ലെങ്കിൽ സൗന്ദര്യമുള്ള ആളായിരിക്കണം. അദ്ദേഹം ഫിനാൻഷ്യലി സൗണ്ട് ആയിരിക്കണം, നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ആളായിരിക്കണം അല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊഫഷണൽ ആയിരിക്കണം. ഇങ്ങനെയൊക്കെ ഡിമാൻഡ്സുകളുണ്ടാവും. പക്ഷെ അപൂർവമായിട്ടാണ് ഇദ്ദേഹത്തെ പോലുള്ള ഒരു ഡിമാൻഡ് കടന്നു വരുന്നത്. നോക്കൂ നിങ്ങൾ, അദ്ദേഹം പറഞ്ഞെന്താണ്? ദ വിമൻ ഓർ ദ ഗേൾ ഐ എം ഗോയിങ് ടു ഗെറ്റ് മാരീഡ് മസ്റ്റ് ബി എ ഫാറ്റ് ലേഡി. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ തടിച്ചിട്ടുള്ള ഒരു സ്ത്രീ ആയിരിക്കണം, വലിയ തടിച്ചിട്ടുള്ള ആളായിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയമുണ്ട്, അതെന്താ അങ്ങനെ? He has the reason. Homeopathy doctor has the reason behind. അതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്, ഒരു കാരണം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? ഞാൻ if I am in any time, okay, if I'm having a clash with my wife, എൻ്റെ ഭാര്യയുമായി ഞാൻ എപ്പോഴെങ്കിലും ഒരു അടി ഉണ്ടാക്കേണ്ട, ഷണ്ടകൂടേണ്ട ഒരു അവസ്ഥ വന്നാൽ, അപ്പോൾ എന്നെ അടിക്കാൻ അവൾക്ക് ഓടാൻ കഴിയരുത്. അവളെടുത്ത് നിന്ന് എനിക്ക് ഓടി രക്ഷപ്പെടണം. ഐ വാണ്ട് ടു റൺ അവേ ഫ്രം ഹിയർ വിത്ത് നോ ടൈം. സമയമെടുക്കാതെ എനിക്ക് അവളെ നിന്ന് രക്ഷപ്പെട്ട് ഓടി വരണം. ഞാനെങ്ങാനും ഓടുമ്പോൾ അവൾ എൻ്റെ പിന്നാലെ വന്ന് എന്നെ എന്ത് ചെയ്യരുത്? ആക്രമിക്കുകയോ തല്ലുകയോ ചെയ്യരുത്. അങ്ങനെ കഴിയാത്ത ഒരാളായിരിക്കണം എൻ്റെ ഭാര്യ എന്നും കൂടി അദ്ദേഹത്തിന് വല്ലാത്തൊരു ഡിമാൻഡാണ് അല്ലേ? വല്ലാത്തൊരു ഡിമാൻഡാണ്. ഇങ്ങനൊരു ഡിമാൻഡ് ഒരു പക്ഷേ ലോകത്ത് ആർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് ഷീ ഹാഡ് ടു ബി ഫാറ്റ്, നല്ല തടിച്ചിട്ടുള്ള ഒരാളായിരുന്നു ആ പാരഗ്രാഫ് പറഞ്ഞത്. പിന്നെ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അവൾ എൻ്റെ പിന്നാലെ വന്ന് എന്നെ പിടിക്കാൻ അവൾക്ക് കഴിയരുത്. ആ രീതിയിൽ ഞാൻ ഓടും, അവൾക്ക് ഓടാൻ കഴിയില്ല. ഓക്കെ, ആ ചിന്തയാണ് ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ദെൻ with such thoughts in my mind, I resumed my seat in the chair in front of the table. There were no more sound from above. ഇതൊക്കെ പറഞ്ഞ് എൻ്റെ മേശൻ്റെ അടുത്ത് ചെയറിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ വലിയ ശബ്ദങ്ങളും കാര്യങ്ങളൊന്നുമില്ല. Suddenly there came a dull buzz as if a rubber tube had fallen to the ground. Suddenly nothing to worry about. Even so I thought I would turn around and take a look. No sooner had I turned than a fat snake wriggled over the back of the chair and landed on my shoulder. The snake's landing on me and my turning were simultaneous. ഈ പാരഗ്രാഫിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദ്യമൊന്നും ശബ്ദമില്ലായിരുന്നു, പെട്ടെന്ന് വീണ്ടും ഒരു ശബ്ദം വന്നു. പക്ഷെ ആ ശബ്ദം ഒരു സൈക്കിൾ ട്യൂബ് താഴെ ഫ്ലോറിൽ വീണാൽ ഏതുപോലെ ഉണ്ടാകുമോ അതുപോലുള്ള ശബ്ദത്താലാണ് വന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുകയാണ്, പെട്ടെന്ന് ഇരുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ബേക്കോട്ട് നോക്കുമ്പോൾ ഫ്ലോറിൽ ഒരു എലിയല്ല, ഇറ്റ് വാസ് എ സ്നേക്ക്. ഷുവർലി നത്തിങ് ടു വെറി അബൌട്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞങ്ങ് നിൽക്കുന്ന സമയത്ത്, ഈവൻ സോ ഐ തോട്ട് ഐ വുഡ് ടേൺ അറൗണ്ട് ടേക്ക് എ ലുക്ക്. നോ സൂണർ ഹാഡ് ഐ ടേൺ ദെൻ എ സ്നേക്ക് റിങ്കിൾഡ്. ഞാനങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതും ഓക്കെ പാമ്പ് വന്നതും ഒക്കെ ഒറ്റ സമയത്താണ്. റിങ്കിൾ ഓവർ മൈ ബാക്ക് ഓൺ ദ ചെയർ ആൻഡ് ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ. പാമ്പ് വീണതും ഞാൻ ഒച്ചകെട്ട് ബേക്കോട്ട് നോക്കുന്നതും
ഉടനെ തന്നെ പാമ്പ് എൻ്റെ ഷോൾഡറിൽ വന്ന് ലാൻഡ് ചെയ്യുന്നതും എൻ്റെ ഷോൾഡറിലേക്ക് തോളിലേക്ക് വന്ന് കയറുന്നതും വാസ് എറ്റ് എ ടൈം ആൻഡ് ദ സെയിം ടൈം, ഒരേ സമയത്തായിരുന്നു. ആ വാക്കവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സിമൾട്ടനസ് എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരേ സമയത്ത് സംഭവിക്കുന്നതിനാണ് സിമൾട്ടനസ് എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നോ സൂണർ ഹാഡ് ഐ ടേൺഡ് എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. ഉടനെ അല്ലേ, ഞാൻ തിരിഞ്ഞ ഉടനെ, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ ഉടനെ, ഞാൻ കേട്ട ഉടനെ എന്നൊക്കെ പറയാൻ നമുക്ക് ഒരു യൂസേജാണ്. ദാറ്റ് ക്യാൻ ബി ഡിസ്കസ്ഡ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, സോ ഐ ഡിഡൻറ്റ് ജംപ്, ഐ ഡിഡൻറ്റ് ട്രംബിൾ, ഐ ഡിഡൻറ്റ് ക്രൈ ഔട്ട്. There was no time to do any such a thing. The snake slithered along my shoulder and coiled around my left arm above the elbow. The hood was spread out and its head was hardly 3 or 4 inches from my face. എൻ്റെ മുഖത്തു നിന്ന് 1, 2, 3 ഇഞ്ച് മാത്രം ദൂരത്ത് ഇപ്പോൾ പാമ്പിരിക്കുകയാണ്. ഞാൻ മരണത്തെ നേരിട്ട് കാണുകയാണ് അല്ലേ. എൻ്റെ മുമ്പിലാണ് ഇപ്പം മരണമുള്ളത്. ഞാനൊരു കല്ല് പോലെ നിശ്ചലമായിരിക്കുന്നു. ഐ ബിക്കെയിം മോഷൻലെസ് ജസ്റ്റ് ലൈക്ക് എ സ്റ്റോൺ. ഒരു കല്ല് പോലെ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു, ഐ ഡോണ്ട് നോ വാട്ട് ടു ടേ. എനിക്ക് എന്ത് പറയണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ ഇങ്ങനെ നിശ്ചലനായി നിൽക്കുകയാണ്. പാമ്പ് എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ എന്താ പറയുക, ചുറ്റി കറങ്ങി നിൽക്കുകയാണ്. ഓക്കെ, എൻ്റെ ശരീരത്തിലെത്തിയിരിക്കുകയാണ്. ഇറ്റ് വുഡ് നോട്ട് ബി കറക്റ്റ് ടു സേ മിയർലി ദാറ്റ് ഐ സെഡ് ദെയർ ഹോൾഡിങ് മൈ ബ്രത്ത്. വേണമെങ്കിൽ എനിക്ക് ശ്വാസം ഉണ്ടോ ഇല്ലേ എന്ന് തന്നെ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഐ വാസ് ടേൺ ടു സ്റ്റോൺ ബട്ട് മൈ മൈൻഡ് വാസ് വെരി ആക്റ്റീവ്. The door opened into the darkness. The room was filled with the darkness. In the light of the lamp I sat there like a stone image in the flesh. ഞാൻ ചെയ്തതെന്താണെന്നറിയാം, എനിക്കൊന്നും അവിടെ ചെയ്യാൻ വേണ്ടി ഞാനൊരു കല്ല് പോലെയായി. പുറത്ത് വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ഞാൻ തൊട്ട് മുമ്പേ അവിടെ ചെന്നപ്പോൾ, പുറത്തേക്ക് പോയപ്പോൾ വാതിൽ തുറന്നിട്ടില്ലായിരുന്നു. അവിടെ തന്നെ കിടക്കുന്നു. റൂമിലിട്ടാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ ഒരു കല്ലാണ്. മനുഷ്യ ശരീരം അല്ലെങ്കിൽ ഒരു മാംസ കല്ലായി ഞാനിവിടെ ഇതാ ഇരിക്കുകയാണ്. ഐ കാൻ ഡു എനിത്തിങ് അറ്റ് ദ മാമൻ. ഈ നിമിഷത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. I felt then the great presence of the creator of the world. അങ്ങനെയാണ് നമ്മൾ പ്രയാസം വരുമ്പോൾ മാത്രമേ നമ്മൾ ദൈവത്തെ ഓർക്കുകയുള്ളൂ. പാലം കടക്കുമ്പോൾ നാരായണെന്നും പാലം കടന്നാൽ കുരായണ എന്നും പറയുന്നവരാണ് നമ്മളിലധികം, ഇല്ലേ? അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും, എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുമ്പോൾ ദൈവത്തെ ഓർക്കുകയും സന്തോഷത്തിലാടുമ്പോൾ നാം പലപ്പോഴും ഈ ദൈവത്തെ ഓർക്കുകയുമില്ല. നമുക്ക് സന്തോഷം എപ്പോഴും നമുക്കിഷ്ടമാണ്, എന്നാൽ ദുഃഖം നമുക്ക് തീരെ ഇഷ്ടമില്ല. പക്ഷേ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ഹാപ്പിനെസ് ഈസ് ജസ്റ്റ് എ ഗസ്റ്റ്, അല്ലേ? സന്തോഷം ഒരു വിരുന്നുകാരനാണ്, റൈറ്റ്? ആൻഡ് ദ വറീസ് ഓൺ ദ സാഡ്നെസ് ഈസ് ഓൾവേസ് വിത്ത് അസ്. നമ്മളെ വിട്ടൊരിക്കലും പോകില്ല. യു മൈറ്റ് ഹാവ് ഹിയർഡ് an old song sung by the famous singer in Malayalam, Janaki. Okay. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും, അല്ലേ? ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ കരയുമ്പോൾ കൂടെ കരയാൻ നമ്മുടെ നേരിൽ മാത്രമേ ഉള്ളൂ. ഈ ഡോക്ടറെ അടുത്ത് കരയാൻ ആരുമില്ല, ഭയപ്പെടാൻ ആരുമില്ല, സമാധാനിപ്പിക്കാൻ ആളില്ല, ഒറ്റയാളാണ്. സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ, ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ. ദിസ് ഈസ് വാട്ട് ഐ സെഡ് earlier. ദുഃഖം നമുക്കെപ്പോഴും പിരിയാതെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷെ സന്തോഷം ഒരു വിരുന്നുകാരനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ
ഞാൻ എൻ്റെ അടുത്ത് ഒരു പാട്ട് പാടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ രസകരമായ ഒരു അവസ്ഥയിലല്ല അദ്ദേഹം, വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ ദൈവത്തെ ആ നിമിഷം ഓർത്തു പോകുകയാണ്. ആൻഡ് സപ്പോസ് ഐ സെറ്റ് സംതിങ്, ഒന്നും ഞാൻ മിണ്ടിയതുമില്ല. ഇമാജിനേഷൻ ടു റൈറ്റ് ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ് ഷുഡ് outside my little heart the words oh God. ഞാൻ അന്നേരം ഹൃദയത്തിൽ എഴുതി വെച്ച വാക്കുകൾ ഇതാണ്: ദൈവമേ രക്ഷപ്പെടുത്തണേ, നീയല്ലാതെ വേറെ ആരും എന്നെ രക്ഷപ്പെടുത്താനില്ല. ഓക്കെ. Then there was some pain in my left arm. It was as if thick leaden rod, a rod made of molten fire was slowly but powerfully crushing my arm. The arm was beginning to be drained of all strength. What could I do? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വേദനിച്ചിരുന്നു, ബ്ലഡ് നിശ്ചലമായതുപോലെ തോന്നുന്നു. അങ്ങനെയാണല്ലോ ഒരു പാമ്പിനെ തൊട്ട് മുമ്പിൽ കണ്ടാൽ പോലും, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തില്ലേ, ഭയപ്പെടുന്നവരാണ് നമ്മൾ. അവിടെയാണ് ഒരു പാമ്പ് നമ്മുടെ തൊട്ട് മുമ്പിലല്ല നിൽക്കുന്നത്. ഇപ്പോൾ ആ പാമ്പ് നിൽക്കുന്നത് പിന്നെ ഈ ഹോമിയോപ്പതിൻ്റെ കയ്യിലാണ്, തോളിലാണ്. അത് പതുക്കെ ഇങ്ങനെ മടിയിലേക്ക്, ലാപ്പിലേക്ക് ഇറങ്ങാനുള്ള ശ്രമത്തിലാണ്. സ്ലിപ്പ് ദ റെയിൻ, അല്ലേ? നോക്കണം, ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്താണ്, യു കുഡ് സീ ദിസ് and the picture given in the textbook. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചിത്രത്തിൽ അത് കാണുവാൻ സാധിക്കും. At my slightest moment the snake would strike me. Death lurked 4 inches away. Suppose it struck, what was the medicine I had to take? There were no medicines in the room. I was but a foolish and stupid doctor. I forgot my danger and smiled feebly at myself. ഞാനിപ്പോൾ മരണത്തിൻ്റെ വക്കിലാണ്. I don't know what is going to happen. എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ മരണത്തിൻ്റെ വക്കിലാണ്. ഓക്കെ, എൻ്റെ തൊട്ട് മുമ്പിലാണ് ഇപ്പോൾ മരണമുള്ളത്. മാത്രമല്ല, ഈ പാമ്പെങ്ങാനും if it strikes me, what can I do? I have no medicine stored in the room. I'm a doctor. Though I'm a doctor, I haven't kept any medicine for a bite snaking in this room or in the house or in my suitcase or bag. എൻ്റെ ബാഗിലോ സൂട്ട് കേസിലോ ഈ റൂമിലോ ഈ വീട്ടിലോ എൻ്റെ പോക്കറ്റിലോ ഒന്നുമില്ല. ഞാൻ എന്തൊരു മണ്ടനാണ്. ഈ പാമ്പ് എന്നെ കടിച്ചു കഴിഞ്ഞാൽ അതിന് ചികിത്സിക്കാനുള്ള മരുന്ന് എൻ്റെ കയ്യിലില്ലല്ലോ. പറയുമ്പോൾ ഞാനൊരു ഡോക്ടറാണ്, പക്ഷേ ഐ ആം എ ഫൂളിഷ് വൺ. ഞാൻ എന്തൊരു മണ്ടനാണ്, ഞാനിതൊന്നും സൂക്ഷിച്ചില്ലല്ലോ. ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? ഇതൊക്കെ ഓർക്കുന്നത് നിമിഷമാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ മരണത്തെ മുഖാമുഖം കാണുമ്പോഴാണ് നമ്മളിതൊക്കെ ആലോചിക്കുന്നത്, അല്ലേ? അതുവരെ അതൊന്നും നമ്മൾ ആലോചിക്കുകയില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഐ ആം റിയലി എ സ്റ്റുപ്പിഡ്. ഞാനൊരു മണ്ടൻ ആയിപ്പോയത് എന്ന് തോന്നിയല്ലോ, അല്ലെങ്കിൽ ഞാനൊരു മണ്ടനാണല്ലോ എന്ന് ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നിപ്പോയി. ഓക്കെ. It seemed as if God appreciated that. The snake turned its head, it looked into the mirror and saw its reflection. I don't claim that it was the first snake that had ever looked into the mirror. Okay, but it was certain that the snake was looking into the mirror. Was it admiring its own beauty? Was it trying to make an important decision about growing a mustache or using eyeshadow and mascara or wearing a vermilion spot on its forehead? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളൊരവസ്ഥയിൽ പെട്ടെന്നാണ് പാമ്പ് അതിൻ്റെ തല തലയൊന്ന് തിരിച്ചത്. തല തിരിച്ചപ്പോൾ പാമ്പിൻ്റെ കണ്ണ് പോയത് തൊട്ട് മുമ്പിൽ അതുവരെ ഞാൻ എൻ്റെ സ്വന്തം സൗന്ദര്യം ആസ്വദിച്ച കണ്ണാടിയിലാണ്. കണ്ണാടിയിലേക്ക് നോക്കിയതും കുറച്ചു നേരം പാമ്പ് ആ കണ്ണാടിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഫസ്റ്റ് സ്നേക്ക് ഹാഡ് എവർ ലുക്ക്ഡ് ഇൻ ദ മിറർ. ഓക്കെ, എനിക്ക് തോന്നിയിട്ടില്ല, ഒരുപക്ഷെ ഈ പാമ്പ് ആദ്യമായിട്ടായിരിക്കും കണ്ണാടിയിൽ നോക്കുന്ന ഒരു പാമ്പായിരിക്കും ഇത്. ഞാനിതുവരെ ഒരു പാമ്പിനെയും കണ്ണാടിയിൽ നോക്കിയിട്ട് കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു പാമ്പിനെ കണ്ണാടിയിൽ കാണുന്നത്. ഒരുപക്ഷെ ഈ പാമ്പ് സൗന്ദര്യം ആസ്വദിക്കുകയാണോ? അതല്ല, ഞാൻ മേൽമീശ വെക്കുന്നതല്ല, മൗസ്റ്റാഷ് വെക്കുന്നതല്ല, തിൻ മൗസ്റ്റാഷ് ആഗ്രഹിക്കുന്നത് പോലെ, ഷേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലെ, പുഞ്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഈ പാമ്പും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാകുമോ?
ഒരു പക്ഷേ അങ്ങനെ ഉണ്ടാവാം അല്ലേ? അല്ലെങ്കിൽ പാമ്പ് സൗന്ദര്യം കൂട്ടുന്ന മസ്കാര. എന്താ മസ്കാര നമുക്കറിയാം അല്ലേ? സുറുമ അല്ലേ? നല്ല സുറുമ നല്ല സുറുമ കൊച്ചു സിന്ദൂര കണ്ണിലിട്ട് മന്ദാര കണ്ണിനെയും സുന്ദരി മരണിയും സുറുമ. നല്ല സുറുമ നല്ല സുറുമ. ഒരു പഴയകാലത്തെ പാട്ടാ അല്ലേ? മദനനെ മയക്കുന്ന മീയിൽ ഇളം മാതള മലരുകൾ വിരിയാൻ. കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ യൂട്യൂബിൽ കേൾക്കണം ആ പാട്ട്. ഒരു അടിപൊളി പഴയകാല സിനിമയിലൊരു പാട്ടാണ്. ഓക്കെ, സോ അപ്പോൾ ഇത് കൺമഷിയൊക്കെ ഇട്ട് സുന്ദരിയായി നിൽക്കാനാണോ ഇവളുടെ ആഗ്രഹം? ഒരു പക്ഷേ അങ്ങനെ ആവാം. ചിലപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ, നേരത്തെ ഞാൻ എടുത്ത പോലെ ഒരു ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ എടുക്കാനാണോ? ഡ്രോയിങ് എ മൗസ്റ്റാച്ച് ഓർ യൂസിങ് ഐ ഷാഡോ ആൻഡ് മസ്കാര ആൻഡ് വെയറിങ് സംടൈംസ് എ വെർമിലിയൻ. ചിലപ്പം നെറ്റിയിൽ, ഫോർഹെഡിൽ. സംടൈംസ് ഷി വാണ്ട്സ് ടു apply a vermilion on the forehead. നെറ്റിയിൽ സിന്ദൂരം ചാർത്താനാണോ? എന്താ ഇവളുടെ ഉദ്ദേശം? കണ്ണാടിയിൽ എന്താ ഇവളിങ്ങനെ നോക്കി നിൽക്കുന്നത് എന്ന് ഞാനൊരു നിമിഷം ആലോചിച്ചു. I did not know anything for certain. What sex was the snake? Was it male or female? Then I will never know, for the snake unwound itself from my arm and slowly slithered into the lap. From there it crept onto the table and moved towards the mirror. Perhaps it wanted to enjoy its reflection at a closer quarters. ഈ പാമ്പ് ആണാണോ പെണ്ണാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനത് ചെക്ക് ചെയ്യാനും പോയിട്ടില്ല, എനിക്കറിയില്ല. ഒന്ന്. രണ്ടാമത്തത്, അത് സൗന്ദര്യം ആസ്വദിക്കണോ എന്നോ, അതുകൊണ്ടാണ് ഒരുപക്ഷെ പെണ്ണാവാം അല്ലെങ്കിൽ ആണാവാം. എന്തുകൊണ്ടാണ് സൗന്ദര്യം ആസ്വദിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും ആ പാമ്പ് പതുക്കെ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മടിയിലേക്ക് അതിങ്ങനെ ഇയഞ്ഞ് നീങ്ങുകയാണ്. ഓക്കെ, ഇയഞ്ഞു നീങ്ങുകയാണ്. ആൻഡ് മൂവ് ഇറ്റ് ഓൺ ടു ദ ടേബിളിൻ്റെ അടുത്തേക്ക് നീങ്ങി. ആ ടേബിളിൻ്റെ മുകളിലാണ് കണ്ണാടി ഉള്ളത്. Perhaps it wanted to enjoy the reflection its glass casters. എൻ്റെ ശരീരത്തിൽ നിന്ന് കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ കണ്ട സൗന്ദര്യം കുറച്ചും കൂടെ രസകരമായിട്ട് കാണണമെങ്കിൽ, ആസ്വദിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ണാടിയുടെ അടുത്തേക്ക് വന്ന് നിൽക്കും അല്ലേ? അങ്ങനെയാണെങ്കിലോ പാമ്പ് ഒരു പക്ഷേ അങ്ങനെ നോക്കാൻ വേണ്ടി സൗന്ദര്യം കുറച്ചുകൂടെ, ആ റിഫ്ലക്ഷൻ അല്ലേ? The snakes want to see the reflection, right? Standing just before this mirror, or standing very close to the mirror to see its beauty more and more. കൂടുതൽ സൗന്ദര്യം കാണുന്നതിന് വേണ്ടി കണ്ണാടിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണെങ്കിലോ പ്രശ്നമാവാം. I was no mere image cut in granite. I was suddenly a man of flesh and blood. പക്ഷെ ഞാനൊരു കല്ലല്ലല്ലോ. കല്ല് പോലെ ആയി എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ആക്ച്വലി ഐ എം നോട്ട് എ സ്റ്റോൺ, റൈറ്റ്? ഐ എം നോട്ട് എ ഇമേജ് കട്ട് ഇൻ ഗ്രാനൈറ്റ്. ഞാനൊരു മനുഷ്യനാണ്, മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. ഓക്കെ, സ്റ്റിൽ ഹോൾഡിങ് മൈ ബ്രത്ത്സ് ഐ ഗോട്ട് അപ്പ് ഫ്രം ദ ചെയർ. എഴുന്നേൽക്കല്ലോ, ചാൻസ് കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടുമല്ലോ മനുഷ്യൻ. I quietly went out through the door into the veranda. ഞാൻ അവിടുന്ന് ചാടി. I quietly went out through the veranda, through the door to the veranda. From there I kept into the yard and ran, for I was worth. ജീവൻ കൊണ്ടോടി ഞാൻ. I left from the place from the moment the snake crept or tilted towards the mirror. At the same time, I fled from the same place. Okay, I came out through the window and came into the yard. മുറ്റത്ത് തിരിച്ചെത്തി ഞാൻ. ഓടി ഞാൻ മുറ്റത്ത് തിരിച്ചെത്തി. റൂമിൽ നിന്ന് മുറ്റത്തേക്കെത്തി. Each of the hay with a sigh of relief. ജീവൻ കൊണ്ടാണ് ഞാൻ ഓടിയത് അല്ലേ? Ran for all I was worth. എനിക്കെൻ്റെ ജീവനാ വലുത്. ആ ജീവൻ കൊണ്ടാണ് ഞാൻ ഓടിയത്. A sigh of relief. All of us, it's beetles. Somebody, doctor, is your wife very fat? Okay, if your wife is very fat,
ഈ കഥ ഇങ്ങനെ കേട്ടപ്പോൾ കഥ കേൾക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഞാൻ ജീവൻ കൊണ്ട് ഓടിയെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, ഈ ഹോമിയോപ്പതി കഥ പറയുകയാണ്. പിന്നെ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ കല്യാണം കഴിച്ച ലേഡി തടിച്ചിട്ടുള്ള ആളാണോ? അതേ മറുപടി പറഞ്ഞു, ഡോക്ടർ, ഈസ് യുവർ വൈഫ് വെരി ഫാറ്റ്? No. The doctor said, God will otherwise. My life companion is a thin, reedy person with the gift of a sprinter. അല്ല, എൻ്റെ ഭാര്യ തടിച്ചിട്ടല്ല, എൻ്റെ ഭാര്യ മെലിഞ്ഞിട്ടാണ്. ആണെന്ന് മാത്രമല്ല, ഷീ ഈസ് റണ്ണിങ് ജസ്റ്റ് ലൈക്ക് എ സ്പ്രിൻറ്റർ. ഒരു അത്ലറ്റിനെ പോലെ. ഓക്കെ, അത്ലറ്റിനെ പോലെ, പിന്നെ മത്സരങ്ങളിൽ വിജയിക്കുന്ന ഒരു അത്ലറ്റിനെ പോലെ അതിവേഗത്തിൽ ഓടുന്ന മെലിഞ്ഞൊരുത്തിയാണ് എൻ്റെ പെണ്ണ്. കുടുങ്ങി. ദൈവം ഡിസൈഡഡ്. ഓക്കെ, ദ ഗോഡ് ഡിസൈഡഡ് അതർവൈസ്. ദൈവം മറ്റൊരു തീരുമാനമാണ് എടുത്തത്, അല്ലേ? ഇത് കാണികളുടെ ചോദ്യത്തിന്, കേൾവിക്കാരുടെ ലിസണേഴ്സിൻ്റെ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടിയാണ്. അതിന് മുമ്പ് ജീവൻ കൊണ്ട് ഓടുകയാണ്. ജീവൻ കൊണ്ട് ഓടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട് അവിടെ, സൂട്ട് കേസ് ഉണ്ട് അവിടെ, വീടുണ്ട്, ഡ്രസ്സുണ്ട്, പക്ഷെ എല്ലാം എടുത്ത് അദ്ദേഹം ഓടുകയാണ്, അല്ലേ? ഒരു സിനിമയിലുണ്ട്, എനിക്ക് തോന്നുന്നു ദ ചെസ് എന്ന് പറയുന്ന ദിലീപിൻ്റെ സിനിമയാണെന്ന് തോന്നുന്നു. ആ സിനിമയിൽ ജഗതി ശ്രീകുമാറും ഭാര്യയായ രഞ്ജി, ഒരു കൃത്യമായി അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, എക്സാക്ട്ലി ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം ഓഫ് ദ ആക്ട്രസ്, നടിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അവരും കൂടെ ആ ബിൽഡിങ്ങിൽ ബോംബ് വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നതിന് പകരം അവർ പറയുന്നത് ടി വിയും ഫ്രിഡ്ജും മിക്സിയും എല്ലാം എടുത്തു കൊണ്ടുപോകാൻ ശ്രമം നടത്തുകയാണ്. ദിസ് സ്റ്റോറി ഹാസ് എ റെവലൻ്റ് സീക്വൻസ് ഹിയർ. ഇതിനൊരു പ്രത്യേകത ഇവിടെ ഉണ്ട്. 2020 ജീവിക്കാനുള്ള വർഷമാണ്. അല്ലാതെ നമ്മളുടെ നഷ്ടത്തെക്കുറിച്ചോ ബിസിനസ്സിനെക്കുറിച്ചോ നമ്മുടെ ജോലിയെക്കുറിച്ചോ ചിന്തിക്കേണ്ട വർഷമല്ല, ജീവനെക്കുറിച്ച് ചിന്തിക്കേണ്ട വിഷയമാണ്. സോ സ്റ്റേ അറ്റ് ഹോം, വീട്ടിൽ തന്നെ നിൽക്കണം. ഓക്കെ, ബ്രേക്ക് ദ ചെയിൻ, റൈറ്റ്? സോ ബാക്ക് ടു ദി സ്റ്റോറി. അപ്പോൾ കഥയിലേക്ക് തിരിച്ചു വന്നാൽ ഡോക്ടറുടെ ഭാര്യയുടെ അവസ്ഥ ഇതാണ്. The doctor replied, I ran till I reached a friend's house. Immediately I smeared oil all over myself and took a bath. I changed into the fresh clothes. The next morning at about 8:30, I took my friend and 1 or 2 others to my room to move my things from there. But we found we had a little carry. Some thief had removed most of my things. The room had been cleaned out, but not really. The thief had left behind one thing as a final insult. So I reached in my friend's house. നേരെ ചെന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. I told every story I had experienced in the rented house. എൻ്റെ വാടക വീട്ടിൽ ഇപ്പം ഞാൻ അനുഭവിച്ച എല്ലാ സംഭവങ്ങളും, പാമ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ സുഹൃത്തിനോട് വിവരിച്ചു കൊടുത്തു. അവിടുന്ന് ഞാൻ കുറച്ച് എണ്ണയൊക്കെ തേച്ച് കുളിച്ച് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളെയും കൂട്ടി ഞാൻ പിറ്റേ ദിവസം ഈ റെൻറ്റഡ് വീട്ടിലെ ഹൗസിലെ റൂമിലേക്ക് എൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ I was astonished. To my astonishment, I could see nothing there. അവിടെ ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. Everything had been stolen. എല്ലാം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. A thief came there and stole every of his belongings, homeopathy belongings in the room. തൻ്റെ എല്ലാ സാധനങ്ങളും എടുത്തു പോയിരിക്കുന്നു. Leaving just one thing. ഒറ്റ സാധനം അവിടെ ബാക്കി വെച്ചിരിക്കുന്നു. അത് ഓതറുടെ അഭിപ്രായത്തിൽ, ഓക്കെ, അക്കോർഡിംഗ് ടു ദ ഹോമിയോപ്പത്ത്, ഓതർ അല്ല, അക്കോർഡിംഗ് ടു ദ ഹോമിയോപ്പത്ത് ഡോക്ടറുടെ അഭിപ്രായത്തിൽ കള്ളൻ അവിടെ ബാക്കി വെച്ചത് ഇറ്റ് വാസ് റിയലി ആൻ ഇൻസൾട്ടിങ്. ഇതൊരു ഇൻസൾട്ടിങ് ആണ്, എന്നോടുള്ളൊരു ഇൻസൾട്ടിങ് ആണ്. ഒരു സാധനം മാത്രം ഇവിടെ ബാക്കി വെച്ചിരിക്കുന്നു. ദാറ്റ് ഇസ് ദ വെസ്റ്റ്. എന്താണെന്നറിയോ? ഇന്നവെയർ ബനിയൻ ബാക്കി വെച്ചിരിക്കുന്നു. അത് മാത്രം കള്ളൻ എടുത്തില്ല. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, കള്ളൻ ഇത് എടുത്തുകൂടായിരുന്നോ? വേണമെങ്കിൽ ഒന്നും കൂടെ അലക്കി ഉപയോഗിച്ചാൽ പോരായിരുന്നോ? അതിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. വൈ ദ തീഫ് ലെറ്റ് ഇറ്റ് ദെയർ? എന്തുകൊണ്ടാണ് മൂപ്പര ഇട്ട് അവിടെ എടുക്കാതെ അവിടെ ഉപേക്ഷിച്ചു പോയത്? ഇറ്റ് വാസ് ഷാബി, തീർത്തും വൃത്തികേടായിരുന്നു. ഒരുപാട് ദിവസം യൂസ് ചെയ്ത് ആകെ വൃത്തികേടായി കിടക്കുന്നു. അതുകൊണ്ടാണ് അത് എടുക്കാതെ പോയത്. ബാക്കി പുസ്തകവും 60 രൂപയുണ്ടായിരുന്നു സൂട്ട് കേസിൽ, കോട്ട് ഉണ്ടായിരുന്നു, ഡ്രസ്സ് ഉണ്ടായിരുന്നു, ബുക്സ് ഉണ്ടായിരുന്നു, എല്ലാം എടുത്തു കൊണ്ടുപോയി, അല്ലേ? വാട്ട് വാസ് ദാറ്റ്? ഐ ആസ്ക്ഡ്. ഈ കഥ കേട്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ്
അവരത് എടുക്കാതെ പോയത്. ദ ഡോക്ടർ സെറ്റ് മൈ വെസ്റ്റ് ദ ഡേർട്ടി വൺ. ഞാൻ നേരത്തെ പറഞ്ഞു, ദ ഫെലോ ഹാഡ് സച്ച് എ സെൻസ് ഓഫ് ക്ലീൻനെസ്. വന്ന കള്ളൻ ലോക്കൽ കള്ളനല്ല, അവനാളിത്തിരി സ്റ്റാൻഡേർഡാണ്, ഇൻ്റർനാഷണലാണ്. അയാൾ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പിന്നെ വൃത്തിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസാണ്. അതുകൊണ്ടായിരിക്കും ഇത് എടുക്കാതെ പോയത്. ഞാൻ വൃത്തിയുടെ കാര്യത്തിൽ ഓൾവേസ് കോംപ്രമൈസ്ഡ്. ഓക്കെ, സോ ദ റാസ്കൽ കുഡ് ഹാവ് ടേക്കൺ ഇറ്റ്. ആ വാക്ക് ഈ തന്തയില്ലാത്തവന് വേണമെങ്കിൽ ഇതും കൂടി കൊണ്ടുപോയി ഉപയോഗിച്ചുകൂടായിരുന്നോ? ആഫ്റ്റർ വാഷിങ് ഇറ്റ് ആൻഡ് സോപ്പ് ആൻഡ് വാട്ടർ, വെള്ളവും സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് അലക്കിയതിന് ശേഷം ഉപയോഗിച്ചുകൂടായിരുന്നോ? ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ ഡോക്ടർ? പിന്നെയും കേൾവിക്കാർ അടുത്ത ചോദ്യം, കഥയൊക്കെ കഴിഞ്ഞല്ലോ, അടുത്ത ചോദ്യമാണ്, നിങ്ങൾ ഹാവ് യു സീൻ ദ ഡോക്ടർ, ഹാവ് യു സീൻ ദ സ്നേക്ക് ദ ഡോക്ടർ? നിങ്ങളവിടെ ഈ പാമ്പിനെ കണ്ടിരുന്നോ ഡോക്ടറെ? ദ ഡോക്ടർ ലാഫ്റ്റ്. നോ, ഞാൻ കണ്ടിട്ടില്ല. ഐ ഹാവ് നെവർ സീൻ ഇറ്റ് സിൻസ്. അതിനുശേഷം പാമ്പിനെ ഞാൻ അവിടെ കണ്ടിട്ടില്ല. It was a snake which was taken with its own beauty. എനിക്ക് തോന്നുന്നത് ആ പാമ്പ് സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി മാത്രം വന്ന പാമ്പാണ്. എന്നെ കടിക്കാൻ വേണ്ടി വന്നതല്ല, അവിടെ കൂടുണ്ടാക്കാൻ വേണ്ടി വന്നതല്ല, താമസിക്കാൻ വേണ്ടി വന്നതല്ല. മുകളിലൂടെ എലിനെ പിടിക്കാൻ വന്ന സമയത്ത് ഞാൻ കണ്ണാടിയിൽ നോക്കി സൗന്ദര്യം ആസ്വദിക്കുന്നതും സ്വയം പറയുന്നതും മൊണോലോഗ് അല്ലേ? അങ്ങനെ സ്വയം പറയുന്ന ഇതും മൊണോലോഗ് എന്ന വാക്കാണ് ഉപയോഗിക്കുക. അങ്ങനെ പറയുന്നതും കേട്ടപ്പോൾ ഒരു പക്ഷേ പാമ്പ് എഴിഞ്ഞു വന്ന് ഇത് കാണാൻ വേണ്ടി വന്നതായിരിക്കും, സ്വന്തം സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി വന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹോമിയോപാത്ത് ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നത്. സോ ബഷീറിൻ്റെ രസകരമായ കഥയുള്ളത് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് രസകരമായ സീക്വൻസിലൂടെ കടന്നു പോകുന്ന ഒരു കഥയാണ്. ഇതിലെ പ്രധാനപ്പെട്ട സെൻട്രലൈസ്ഡ് ഓർ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡോക്ടർ ഹോമിയോപ്പതി തന്നെയാണ്. കുറച്ച് ലിസണേഴ്സ് ഉണ്ട്, സ്നേക്സ് ഉണ്ട്, പിന്നെ സപ്പോർട്ടിങ് ആയിട്ടുള്ള ബാക്കിയുള്ള ആളുകളുമുണ്ട്. എങ്കിലും രസകരമായ ഒരു കഥയാണ് ബഷീറിൻ്റെ ഈ ദ സ്നേക്ക് ആൻഡ് ദി മിറർ. ഓക്കെ, സോ ഈ ചാപ്റ്ററിലെ ബാക്കി വരുന്ന ഡിസ്കോഴ്സുകളും അതുപോലെ തന്നെ ആക്ടിവിറ്റീസുകളും ഓക്കെ, ഓൾ ആക്ടിവിറ്റീസ് ആൻഡ് ഡിസ്കോഴ്സസ് ക്യാൻ ബി ഡിസ്കസ്ഡ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഈ ക്ലാസ് ഈ ചാപ്റ്ററിലൂടെ നിങ്ങൾക്കെല്ലാം ഹോപ്പ് യു ഹാവ് ഓൾ അണ്ടർസ്റ്റുഡ് ഇറ്റ് വെൽ, വളരെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് ഇറ്റ്സ് മീ അഷ്റഫ് ഇസ് സൈനിങ് ഔട്ട് ഹിയർ ഇൻ ദ നെക്സ്റ്റ് വീക്കെൻഡ് until we see in the next time. That's it for today. Have a nice day.